നമുക്ക് റൈറ്റിങ്ങിലായിക്കോട്ടെ ബാക്കി ഇപ്പോൾ ഒരു ക്രിയേറ്റീവ് കാര്യങ്ങളിൽ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരു പോസ്റ്റർ ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ ഒരു ഡിസൈൻ വർക്ക് അല്ലെങ്കിൽ റൈറ്റിംഗ് അങ്ങനെ പല കാര്യങ്ങളും ഈവൺ വീഡിയോ വരെ നമുക്ക് AI വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം AI നമ്മുടെ ഹ്യൂമൻ ഐഡിയാസ് ശരിക്കും ഒരു 50%, ഒരു AI സപ്പോർട്ട് ഒരു 50% ആണ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ല ഔട്ട്പുട്ടുണ്ടാവും പല കാര്യങ്ങളിൽ, ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡ് അല്ലെങ്കിൽ ഇനി ഉണ്ടാവാൻ പോകുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ AI തരുന്ന പ്രോംപ്റ്റ് അത് തന്നെ എടുത്തിട്ട് നമ്മൾ കുറച്ചും ട്വീക്ക് ചെയ്തിട്ട് മാറ്റിയിട്ട് AI ബുദ്ധിയിലോട്ട് നമ്മുടെ ബുദ്ധി യൂസ് ചെയ്യുന്ന രീതി. പക്ഷേ നമ്മുടെ ഒരു ഐഡിയനെ AIക്ക് കൊടുത്തിട്ട് ചെയ്യിപ്പിച്ചിട്ട് AIനൊരു റൈറ്റിംഗ് പാർട്ട്ണറോ അല്ലെങ്കിൽ ക്രിയേറ്റീവ് പാർട്ട്ണറാക്കി വർക്ക് ചെയ്യുകയാണെങ്കിൽ കുറേയും കൂടി AIയും ഡെവലപ്പാവും. കാരണം ഹ്യൂമൻ ബ്രെയിനിനെ ബീറ്റ് ചെയ്യുന്ന ഒരു തോട്ടല്ലല്ലോ ഈ AI ചെയ്തുകൊണ്ടിരിക്കുന്നത്. AI നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ സോഴ്സുകൾ വരുമ്പോൾ അതിൽ നിന്ന് എടുത്തിട്ട് ഹ്യൂമൻ ബ്രെയിൻ പോലെ തിങ്ക് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസാണ് ഇപ്പോൾ AI കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻ ഫ്യൂച്ചർ അറിയില്ല, അതും AI നമ്മൾ പല ഫിലിമിലൊക്കെ കാണുന്ന പോലെ മനുഷ്യനെ ബീറ്റ് ചെയ്യുന്ന ഒരു AI ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ AIനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ AIനെ പണിയെടുപ്പിക്കേണ്ടി വരും. പണിയെടുപ്പിക്കുന്നതാണ് അതിൻ്റെ ഒരു രീതി. പണിയെടുപ്പിച്ച് കഴിയുമ്പോൾ കുറേ കൂടി ബെറ്റർ ഔട്ട്പുട്ട് വരും. ഇപ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ വായിക്കുകയും അല്ലെങ്കിൽ കാണുകയും ചെയ്യുമ്പോൾ AI ചെയ്തതാണെന്ന് നമുക്കറിയാം. പക്ഷേ എന്താണ് അപ്പോൾ ഹ്യൂമൻ്റെ കോൺട്രിബ്യൂഷൻ എന്താണ്? എല്ലാവർക്കും എല്ലാം ചെയ്യാം, ശരി. പക്ഷേ ഹ്യൂമൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഹ്യൂമൻ്റെ ജഡ്ജ്മെൻറ്റ് പവർ കുറയുകയാണ് ചെയ്യുക. അങ്ങനെ വരുമ്പോഴെന്ന് എനിക്ക് തോന്നുന്നു.